ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. ആശംസകളെക്കാൾ നല്ലത് പ്രാർത്ഥനയും. അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തുള്ള എല്ലാ കുടുംബങ്ങളും ലിക്വിഡേറ്റ് ചെയ്യാൻ പോവുകയാണ്. അത് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ചിലരുടെയൊക്കെ ഇരിപ്പ് കണ്ടാൽ വരാനിരിക്കുന്ന ലോകത്തിൽ ഞാൻ എൻ്റെ ഭാര്യയെ ഭരിക്കുമെന്നുള്ള രീതിയിലാണ്. നടക്കാൻ പോകുന്നില്ല. കർത്താവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ കുടുംബങ്ങളൊന്നും അവിടെ ഉണ്ടായിരിക്കുകയില്ല. അവിടെ ഒരു സ്വർഗീയ കുടുംബം വെളിപ്പെടും. അത് ഇന്നത്തെ മണവാട്ടിയും മണവാളനും കാർമ്മികനും ഞാനും എല്ലാം മണവാട്ടിയായിരിക്കും. കർത്താവ് മാത്രം മണവാളനുമായിരിക്കും. ആ സ്വർഗീയ കുടുംബത്തിൽ അംഗങ്ങളായി തീരുവോളം, ആ പദവിയിൽ എത്തിച്ചേരുവോളം ടൈമിലി ഇമ്പോർട്ടൻസ്, കാലികമായ പ്രാധാന്യം കുടുംബജീവിതത്തിലുണ്ട്. അതിൻ്റേതായ എല്ലാ നന്മകളും പരിശുദ്ധാത്മാവ് ഇവരുടെ മേൽ വർഷിക്കട്ടെ എന്ന് ഇവർക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധനാമം ഈ തന്നെ നിമിഷത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് ഓവർസിയർ, അസിസ്റ്റൻ്റ് ഓവർസിയർ, ഈ ഡിസ്ട്രിക്റ്റിലെ പാസ്റ്റർ, പബ്ലിക് കോളേജിൻ്റെ രജിസ്ട്രാർ, അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ തുടങ്ങി ഈ വേദിയിലായിരിക്കുന്ന ശ്രേഷ്ഠ ദേവദാസന്മാരെ, ഇന്ത്യ സ്നേഹിക്കുന്ന ആദരണീയനായ കേന്ദ്രമന്ത്രി, മുൻ കേന്ദ്രമന്ത്രി പ്രൊഫസർ വി ജെ കുര്യൻ, മറ്റ് രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തകരെ, നിയുക്ത ദമ്പതികളെ, ബന്ധുമിത്രാദികളെ, ഞങ്ങളുടെ പ്രിയ സഹോദരൻ ബിനുവിൻ്റെ വിവാഹ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാനിടയായി വളരെ സന്തോഷമുണ്ട്. വളരെ ചെറുപ്പം മുതൽ ഞാൻ കണ്ടു, സംസാരിച്ചു, ഇടപെട്ടു, സ്നേഹിച്ചു. വളരെ വാത്സല്യപൂർവ്വമായ അരിയെ പോലെ കരുതിയ ഒരു സഹോദരനാണ് ബിനു. ദൈവസഭയുടെ മീഡിയ സെക്ഷനിൽ വളരെ സുസ്ഥിരമായ സേവനം അനുഷ്ഠിക്കുന്ന മെഡിക്കൽ സെൻ്റർ എന്നറിയപ്പെടുന്ന പ്രിയ സഹോദരൻ്റെ മൂത്ത മകനാണ്. ദൈവസഭയുടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെയും യുവജന പ്രസ്ഥാനത്തിൻ്റെയും ഒക്കെ പല സന്ദർഭങ്ങളിലും ചുക്കാൻ പിടിക്കുക പ്രിയ സഹോദരന് ഇടയായിത്തീരുന്നുണ്ട്. പരുത്തുംപാറ ദൈവസഭയുടെ ഒരു പ്രധാന കുടുംബമാണല്ലോ പ്രിയ അഭയുടെ കുടുംബം. തീർച്ചയായിട്ടും ദൈവമാണ് ഇന്ന് പൽക്കാലം വരെ യോജിപ്പിച്ചിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ ഈ അവസരത്തിൽ എടുത്ത് ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നത്, ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടും. പ്രിയ ബിനുവിന് ലഭിച്ചിരിക്കുന്ന ഒരു നന്മയാണ്. ആ ദൈവവചന അടിസ്ഥാനത്തിൽ ദൈവദാസന്മാരുടെ ഓർപ്പിച്ചതുപോലെ എല്ലാവിധത്തിലും ശ്രേഷ്ഠമായ അനുഭവത്തിൽ അവർ മുന്നേറുവാൻ ദൈവമായ കർത്താവ് അവരെ സഹായിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം ഞാൻ പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഈ സായാഹ്ന സമയത്ത് ചുരുക്കുവാൻ താല്പര്യപ്പെടും. ഒരു കാരണവശാലും പരസ്പര ധാരണയില്ലാതെ അവരുടെ കുടുംബജീവിതം നയിക്കുവാൻ ഇടയായി. കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് പരസ്പരമുള്ള വിശ്വാസം വളരെ അനിവാര്യമാണ്. അതുപോലെ പ്രാർത്ഥന വളരെ അനിവാര്യമാണ് കുടുംബ ഭദ്രതയ്ക്ക്. ഇന്ന് പെന്തക്കോസ്തിലെ തലമുറകൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു സംഗതിയുണ്ട്. നല്ല സാഹചര്യങ്ങളൊക്കെ ആയിത്തീരുമ്പോൾ അവരെ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത മാതാപിതാക്കളെ മറന്നു പോകുന്ന അവസരം ഉണ്ടാകാറുണ്ട്. പലയിടത്തും പല സന്ദർഭങ്ങളും പല വിരോചിതമായ ക്രമീകരണങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ഒരാശയകേന്ദ്രമായിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർപ്പിക്കുന്നു. സമയത്തിൻ്റെ പരിമിതിയിൽ ഞാൻ വാക്കിൽ ചുരുക്കട്ടെ. ദൈവം ഇവരുടെ കുടുംബജീവിതത്തെ എല്ലാ വിധത്തിലും അനുഗ്രഹിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്
ഇന്ത്യ പൂർണ്ണസൂക്ഷ ദൈവസഭയുടെ സ്റ്റേറ്റ് ബോർഡിൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിലുള്ള എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനയും നേർന്നുകൊണ്ടിട്ട് വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും വന്ദനം. ബിനുവിനെയും അഭയെയും ദൈവം കൂട്ടിച്ചേർത്തു. നാം എല്ലാവരും അതിന് സാക്ഷികളാണ്. വന്ദരായ പാസ്റ്റർമാർ അതിന് ദൈവത്തിൻ്റെ നാമത്തിൽ നേതൃത്വം നൽകി. അങ്ങനെ ദൈവം കൂട്ടിച്ചേർത്ത അവരുടെ കുടുംബജീവിതം സന്തോഷപ്രദവും ആനന്ദപ്രദവും അനുഗ്രഹിക്കപ്പെട്ടതുമാകുവാൻ ഞാൻ ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. അവരെ ഞാൻ അനുമോദിക്കുകയാണ്. കുടുംബജീവിതത്തിൻ്റെ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ദൈവം ഭൂമിയിലെ സ്വർഗത്തിൻ്റെ മാര്യേജസ് ആർ മെയ്ഡ് ഇൻ ഹെവൻ എന്ന് പറയും. മാര്യേജ് എന്ന് പറയുന്നത് തന്നെ ഒരു മിനി ഹെവനാണ്. സ്വർഗത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു ചെറിയ പതിപ്പ് കുടുംബജീവിതത്തിൽ ലഭിക്കണം. അതിന് ദൈവത്തിൻ്റെ കൃപയാണ് ആവശ്യം, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ആവശ്യം. ആ കൃപയും അനുഗ്രഹവും അവർക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആത്മാർത്ഥമായ അനുമോദനങ്ങൾ ആശംസകളും അവർക്ക് അർപ്പിക്കുന്നു. ദൈവം അവർക്ക് ദീർഘായുസ് നൽകട്ടെ, എല്ലാ അനുഗ്രഹവും നൽകട്ടെ. അവർ മുഖേന കൂട്ടിച്ചേർത്ത കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എൻ്റെ സ്നേഹിതൻ സണ്ണിക്കുട്ടിയുടെയും പ്രിയപ്പെട്ടവരുടെയും മകൻ ബിനുവിൻ്റെ മാതാപിതാക്കളും ക്ഷണിക്കപ്പെട്ടവരായ പ്രിയപ്പെട്ട എല്ലാവരോടും ഒരുമിച്ച് സാക്ഷ്യം വഹിപ്പാൻ, അവരുടെ പുതിയ കുടുംബത്തിൻ്റെ പ്രതിഷ്ഠാ സൃഷ്ടിയിൽ സാക്ഷ്യം വഹിപ്പാൻ സാവകാശം ലഭിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി ഒരുമിച്ച് പ്രവർത്തിപ്പാൻ, പ്രിയ സണ്ണിക്കുട്ടിയോട് ഒരുമിച്ച് പ്രവർത്തിപ്പാൻ ദൈവസഭയിൽ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ആ പ്രവർത്തന സമയത്തെല്ലാം ഞങ്ങൾ ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ട് ഒന്നിച്ച് നിൽപ്പാനായി കർത്താവ് സഹായിച്ചു. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഒത്തിരി പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ വസ്തുതയാണ്. കമ്പോളത്തിൽ ലഭിക്കുന്ന എല്ലാ സാധനങ്ങളും മാലിന്യമുള്ളതാണ്. ഏത് സാധനം വാങ്ങിച്ചാലും അതിന് അഡൾട്രേഷൻ ഉണ്ട്. അരി വാങ്ങിച്ചാലും എന്ത് വാങ്ങിച്ചാലും അഡൾട്രേഷൻ ഉണ്ട് കമ്പോളത്തിൽ. ഇന്നത്തെ ലോകത്തിൽ ഇപ്പോഴത്തെ കുടുംബജീവിതത്തിലും മാലിന്യം അഡൾട്രേഷൻ ധാരാളമുണ്ട്. മൂല്യച്യുതി നഷ്ടപ്പെടാത്ത കുടുംബജീവിതം ആഗ്രഹിക്കുന്നവരുടെ ആ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബജീവിതവും മൂല്യച്യുതിയില്ലാതെ ഇരിക്കാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ മുന്നേറിയാൽ ദൈവം നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വാസവും ചിന്തയും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കുമായിരിക്കും. ദൈവസഭയിലെ ബിലീവേഴ്സ് കൗൺസിലിൻ്റെ പേരിലും പെന്തക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പേരിലുള്ള നിങ്ങൾക്കുള്ള അനുമോദനങ്ങൾ, അനുഗ്രഹങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം നൽകുന്നു. സംഘമായിട്ട് തന്നെ പ്രവർത്തിക്കുകയാണ്. ദൈവസഭയുടെ മീഡിയ കോർഡിനേറ്ററായിട്ട് പ്രിയ സണ്ണിച്ചായൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് ചർച്ചക്കോടിൻ്റെ മുളക്കഴയുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധം ആ കുടുംബത്തിനുണ്ട്. ബൈബിൾ കോളേജുമായിട്ടുണ്ട്. അതുകൊണ്ട് മുളക്കിഴ ബൈബിൾ കോളേജിലെ അധ്യാപകരായിട്ടുള്ള പല ദേവദാസന്മാർ ഈ പ്രത്യേക അവസരത്തിൽ ഇവിടെ വന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. വേദപുസ്തകത്തിലെ ആദ്യത്തെ വാക്യം നമുക്കെല്ലാവർക്കും അറിയാം. ആദിയിൽ ദൈവം എന്നാണ് തുടങ്ങുന്നത്. വേദപുസ്തകത്തിലെ മധ്യവാക്യം 118 സങ്കീർത്തനത്തിലെ 8ാമത്തെ വാക്യമാണ്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നു നല്ലത്. വേദപുസ്തകത്തിലെ അവസാനത്തെ വാക്യം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ബന്ധപ്പെടട്ടെ. ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ കടന്നു വന്നത്. എന്നാൽ വധുവിൻ്റെ മാതാപിതാക്കളെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും പ്രശംസയുണ്ട്. ഇന്നത്തെ വധുവായി ആയിരിക്കുന്ന അഭയ ഒരു മുട്ടൽ നീന്തി നടന്ന പ്രായം അന്ന് മുതലുള്ളതായ ആത്മീയ ബന്ധമാണ് എനിക്കുള്ളത്. അന്ന് ഇച്ചിരി കുസൃതിയൊക്കെ കാണിക്കുമായിരുന്നു. ഞാൻ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ അവളിങ്ങനെ ചില ഡിസ്റ്റർബ് ചെയ്യുന്നതൊക്കെ ഇരിക്കും. അപ്പം ഞാൻ എൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന ഒരു പോപ്പിൻസ് എടുത്ത് ആരും കാണാതെ അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കും. അയാൾ അത് എടുത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, ഞാൻ ദൈവവചനം പ്രസംഗിക്കുമായിരുന്നു. ഇന്ന് വേണ്ട ശുദ്ധിയെല്ലാം മാറി പാവം പിടിച്ചൊരു കുട്ടിയായിട്ട് ഇരിക്കുകയാണ്.
എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ അപ്രിസിയേഷൻ ഉണ്ട്. കാരണം ഒത്തിരി പ്രാർത്ഥിക്കുന്ന, ഒത്തിരി കരയുന്ന ഒരു നല്ല കുടുംബമാണിത്. പരുത്തിപ്പാറ സഭയിൽ അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഇതിൽ പങ്കെടുക്കാൻ എനിക്ക് സന്തോഷമുണ്ട്. തിരുവചനം ഇങ്ങനെ പറയുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞ് ഞാൻ അവന് തക്ക തുണയെ കൊടുക്കുമെന്നാണ് ഉൽപ്പത്തി 2-ാം അധ്യായത്തിൽ പറഞ്ഞത്. അവൻ നരൻ്റെ ആദവൻ്റെ ഗാഠനിദ്ര വരുത്തി അവൻ്റെ വാരിയിൽ നിന്നെടുത്ത് അതിൽ മാംസവും എല്ലാം പിടിപ്പിച്ച് ജീവനുള്ള ദേഹിയാക്കി അടുക്കി നിർത്തിക്കൊടുത്തു. നരൻ നിരന്നിരിക്കാൻ നാരി എന്ന പേരിലൊന്ന് കണ്ടു. നരിയെന്ന് വിളിക്കരുത്, നാരിയാണ്. അങ്ങനെ അവരെ തമ്മിൽ തക്ക തുണിയായിട്ട് ദൈവം കൂട്ടിച്ചേർത്ത് ഞാൻ സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുകയും ചെയ്യുന്നു. ഇത് പേർക്കൂടെ ആശംസ പറയുവാനുള്ള സമയമേ അനുവദിക്കത്തുള്ളൂ. പരിമിത മിനിറ്റ് കൊണ്ട് അത് അവസാനിപ്പിക്കും. അതിനുശേഷം താങ്ക്സ് പറയുവാൻ വേണ്ടി നിബു കടന്നു വന്ന് താങ്ക്സ് പറയും. ആ ബഹുമാന്യരായ പാസ്റ്റർമാർ, പ്രിയപ്പെട്ട വധൂവരന്മാർ, സഹോദരി സഹോദരന്മാർ, ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ബിനുവും അഭയും അവരുടെ വൈവാഹിക ജീവിതം ആരംഭിക്കുകയാണ്. കാരണം അവർക്ക് ഒത്തിരി ദൈവസഹായം ആവശ്യമാണ്. ആദ്യമായി അവർക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുക. ക്രൈസ്തവ വിവാഹത്തിൽ വധുവും വരനും മാത്രമല്ല, 1 1 2 എന്ന് പറഞ്ഞാൽ അത് 1 1 1 ഇത് കൂടാതെ കർത്താവായ യേശുക്രിസ്തു അതിൻ്റെ നടക്കുന്നു. അപ്പോൾ ആ വിവാഹത്തെ ആശീർവദിക്കുന്ന ആദ്യം യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിൻ്റെ ആശീർവാദത്തോടുകൂടി ആരംഭിച്ചിരിക്കുന്ന വിവാഹം തീർച്ചയായും ധന്യമായി തീരും എന്നാണ് നമ്മുടെ ക്രൈസ്തവരുടെയൊക്കെ വിചാരവും വിശ്വാസവും ഇല്ലാതെ തന്നെ അതിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. ക്രൈസ്തവ സമൂഹത്തിൽ ഈ ഞങ്ങളുടെയൊക്കെ ഇടയിലാണെങ്കിൽ വിവാഹത്തിന് മുമ്പ് 2-3 മോതിരങ്ങൾ മാറാറുണ്ട്. ഒന്ന് നമ്മുടെ ഈ വിവാഹ വെഡ്ഡിങ് മോതിരം വിവാഹത്തിൻ്റെ ആണ്. അതിന് മുമ്പുള്ള ഉറപ്പിന്നൊരു മോതിരം ഇടാറുണ്ട്. അപ്പോൾ ഇങ്ങനെ അതിനൊക്കെ നമ്മൾ പല വെഡ്ഡിങ് റിങ്, എൻഗേജ്മെൻറ്റ് റിങ്, അത് കഴിഞ്ഞ് മദറിൻലോ റിങ്, ഇങ്ങനെ പല റിങ്ങുകൾ വരാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ റിങ്ങുകളിലൊക്കെ ഏറ്റവും വലിയ റിങ് വിവാഹത്തിലുള്ള വധൂവരന്മാർ കൊണ്ടു നടക്കേണ്ട ഒരു റിങ്ങുണ്ട്, സഫറിങ്. ആ സഫറിങ് വിവാഹ ജീവിതത്തിൽ എപ്പോഴും കാണും. അത് സഹിക്കാനുള്ള തയ്യാറ് ആ റിങ് നിങ്ങളിൽ ഉണ്ടായിരിക്കണം. ആ സഫറിങ്ങിലൂടെ ദൈവത്തെ നമ്മൾ ഓർക്കുകയുള്ളൂ. ഞാൻ ഒരു കാര്യം കൂടി ഈ സമയത്ത് ഓർക്കുകയാണ്. 10-ാം പീയൂസ് മാർപ്പാപ്പ, നിങ്ങൾ കത്തോലിക്കരായെന്ന് പറയുന്നത് കേട്ടോ, മാർപ്പാപ്പ ആയിക്കഴിഞ്ഞ് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം തൻ്റെ മാതാവിനെ കാണാൻ ചെന്നു. മാതാവ് പ്രായമായിരിക്കുകയാണ്. അപ്പോൾ മാതാവിന് മാർപ്പാപ്പയുടെ കൈ ഒന്ന് മുത്തണം, മോതിരം ഒന്ന് മുത്തണം. അപ്പോൾ അവിടെ ചെന്ന ഉടനെ അമ്മയുടെ അടുത്ത് ചോദിച്ചു, അമ്മേ മോതിരം മുത്തണ്ടേ എന്ന് ചോദിച്ചു. ഉടനെ അമ്മ പറഞ്ഞ് മിണ്ടിയില്ല. എന്താ അമ്മ മിണ്ടാതിരിക്കുന്നത്? നീങ്ങി വന്നേ, എൻ്റെ ഈ മോതിരം ഒന്ന് മുത്തിക്കുക ആദ്യം. ഈ മോതിരം എൻ്റെ കയ്യിൽ വീണത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മോതിരം ധരിക്കാനുള്ള അവസരം ഉണ്ടായത്. അതുകൊണ്ട് വെഡ്ഡിംഗ് റിംഗ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് നീ മാർപ്പാപ്പായി മാറിയത്. തീർച്ചയായും ഇവരുടെ മാതാപിതാക്കന്മാർ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇവരിന്ന് വിവാഹിതരാകാൻ സാധിച്ചത്. അതുകൊണ്ട് മാതാപിതാക്കന്മാരെ നിങ്ങൾ സ്മരിക്കുക. അവർ നിങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ആ ജീവിതം നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ മക്കൾക്കുണ്ടാകട്ടെ. ആയുസ്സും ആരോഗ്യവും സമ്പത്തും ദൈവാനുഗ്രഹവും തന്ന് നിങ്ങളെ സർവശക്തനായ അനുഗ്രഹിക്കട്ടെ എന്ന് എല്ലാവരുടെയും പേരിൽ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഭൂപുഷ്ടരായിരിക്കുന്ന ക്രിസ്തുദാസന്മാർ, എൻ്റെ സ്നേഹിതർ, രാഷ്ട്രക്കാർ ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കൊട്ടും കുരവയുമില്ലാതെ താലിയും മാലയുമില്ലാതെ അനുഗ്രഹീതമായൊരു വിവാഹ ശുശ്രൂഷ ഇന്ത്യ പൂർണ്ണ സുവിശേഷ ദൈവസഭ കേരള സ്റ്റേറ്റ് ഓവർസീർ പാസ്റ്റർ KC ജോൺ സാർ അവர்களാൽ നിർവഹിക്കപ്പെട്ടു. നാം എല്ലാവരും അതിനെ സാക്ഷികൾ. വിവാഹത്തെക്കുറിച്ച് പഴമക്കാർ പറയുന്ന 3 കാര്യങ്ങളുണ്ട്. ഗോട്ട് 3 സ്റ്റേജസ്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പൊന്നെ പൊടിയെ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടം. നമ്മുടെ വിവാഹിതരായ ഇരുവരും ആ ഫസ്റ്റ് സ്റ്റേജിലാണ്. പൊന്നെ പൊടിയെ, മൈ ഡാർലിംഗ്, മൈ ലവ്,
ഇങ്ങനെയുള്ള വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടം. ദ സെക്കൻഡ് സ്റ്റേജ് ഈസ് നെല്ല് കല്ല് എന്ന് പറയും. പായസത്തിലാണെങ്കിലും നെല്ലും കല്ലും വന്നാൽ കുട്ടിക്കളയുകയുള്ളൂ, അത് ഇറക്കുക പതിവില്ല. ഇരുവരും തമ്മിൽ അല്പം മുറുമുറുപ്പും മറ്റുമൊക്കെയും ഉണ്ടാകാം, ഇല്ലെന്ന് പറഞ്ഞാൽ ഒക്കുകയില്ല. ദ ലൈഫ് ഈസ് ലൈക്ക് ദാറ്റ്. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഉണ്ടോ കല്ലോ എന്ന് പറയും. ഞാൻ പറഞ്ഞു വന്നൊരു സാരം ഇതല്ല. ആദ്യകാല അനുഭവം അവസാനം വരെയും നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്റ്റേറ്റ് ബോർഡിൻ്റെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിലും എല്ലാവിധമായ ആശംസകളും നിങ്ങൾക്ക് അർപ്പിക്കുന്നു. May our God Almighty bless you abundantly. May you have a happy and prosperous marriage. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വന്യ സുഹൃത്തിന് നമസ്കാരം. ഈ വിവാഹ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയെ ഒറ്റ വാക്കിൽ പറഞ്ഞുകൊള്ളുന്നു. ഈ വിവാഹ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ വധൂവരന്മാർക്ക് ആശംസകൾ അർപ്പിക്കുവാൻ ബഹുമാനായ സംസ്ഥാന റവന്യൂ നിയമവകുപ്പ് മന്ത്രി ശ്രീമാൻ സാറ് ഭവനത്തിലെത്തിയിരുന്നു. അതുപോലെ തന്നെ CF സാറ്, ബഹുമാനായ സംസ്ഥാന ഗ്രാമവികസന വകുപ്പ് മന്ത്രി CF തോമസ് സാർ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് മാന്യ വ്യക്തികളോടുള്ള നന്ദിയെ വഴിക്കേൽ വെള്ളവന്താനത്ത് കുടുംബത്തിൻ്റെയും പട്ടംപാറ തളത്തിൽ കുടുംബത്തിൻ്റെയും പേരിലുള്ള നന്ദിയെ ഞങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാനായ മുൻ കേന്ദ്രമന്ത്രി പ്രൊഫസർ PJ കുര്യൻ സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. ബഹുമാനായ കേരള സംസ്ഥാന പ്ലാന്റേഷൻ കോർപ്പറേഷൻ ചെയർമാൻ ശ്രീ AC മാത്യു അടയാടി അവരുടെ വേദിയിലിരിക്കുന്നു. അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കുന്നു. അതിനുപരി ഈ വിവാഹ ശുശ്രൂഷ ഇവിടെ നിർവഹിച്ച ഇന്ത്യ പൂർണ്ണ സുശിക്ഷ ദൈവസഭയുടെ കേരള സ്റ്റേറ്റ് ഓവർസിയർ റവറൻ KC ജോൺ അവരുകളോടുള്ള നന്ദിയെ ഞങ്ങളുടെ കുടുംബത്തിന്റെ പേരിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഓവർസിയറും കൗൺസിൽ സെക്രട്ടറിയുമായിരിക്കുന്ന ബഹുമാനായ പാസ്റ്റർ M. കുഞ്ഞൻ